So once again, welcome everyone into the Zoom family meeting. അതിലെ നമ്മൾ ഇന്നലെ കേട്ടു, നമ്മൾ കർത്താവിന്റെ ക്രൂശിലെ പൂർത്തീകരണത്തിലൂടെ നമ്മൾ ആരായിരിക്കുന്നത് ഇരുപക്ഷത്തെ ഒന്നാക്കി സമാധാനം കൊണ്ടുവന്ന് നമ്മൾ കേട്ടു. അത് അനീഷ് ബദർ അത് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് നമ്മൾ അതുപോലെ തന്നെ വേറൊരു വാക്യം നമ്മൾ വായിക്കാൻ പോവാണ്. അത് 1 യോഹന്നാന് ലേഖനത്തിൽ നിന്നാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായം 17, 18, 19. ഫസ്റ്റ് ജോൺ 4, 4-ന്റെ 17, 18, 19 ഞാൻ തന്നെ വായിക്കാം. വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. എന്തെന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. ആദ്യം അവിടുന്ന് നമ്മളെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. പിന്നെ ഒരു പദം മാത്രമാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. അത് 17-ന്റെ സെക്കൻഡ് പാർട്ട്. എന്തെന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു. ആസ് ഹി ഈസ് സോ വി ആർ ഇൻ ദിസ് വേൾഡ്. ക്രിസ്തു യേശു എങ്ങനെയായിരുന്നോ അതുപോലെ അവനെ പോലെ നാം ഇപ്പോൾ ആയിരിക്കുന്നു. ആസ് ഹി ഈസ് സോ വി ആർ ഇൻ ദിസ് വേൾഡ്. അപ്പൊ ഇതിനകത്താണ് നമുക്കൊരു വെളിപ്പാട്. കാരണം നമുക്കറിയാം, നമ്മളെ പിതാവിന്റെ പ്രവൃത്തിയാൽ നമ്മളെ ക്രിസ്തുവിലാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ ക്രിസ്തു, നമ്മുടെ ഉള്ളിൽ വന്ന ക്രിസ്തു, അതാണ് നമ്മുടെ പുതിയ മനുഷ്യൻ, ദ ന്യൂ മാൻ, ന്യൂ ക്രിയേഷൻ എന്ന് പറയാം. അപ്പൊ ആ ഉള്ളിൽ വന്ന ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ഞാൻ നിങ്ങളും വളരും തോറും, ഓരോ ദിവസവും നമ്മൾ വളരും തോറുമാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് കൃപയും സമാധാനവും വർദ്ധിച്ചു വർദ്ധിച്ചു വർദ്ധിച്ചു. അപ്പൊ ഇന്നലെ നമ്മൾ കേട്ടു, നമ്മുടെ ആത്മാവ് പെർഫെക്റ്റ് ആണ്. 24 മണിക്കൂർ 365 ദിവസവും ദൈവത്തിന്റെ പ്രസൻസിലാണ് നമ്മുടെ ആത്മാവ്. അതിനെ പരിശുദ്ധാത്മാവ് എന്ന് കാര്യസ്ഥലം കൊണ്ട് മുദ്രയിട്ട് സീല് വെച്ചേക്കാണ്. ലോകത്തിലെ ഒരു കാര്യവും നമ്മുടെ ആത്മീക മനുഷ്യനെ ടച്ച് ചെയ്യുന്നില്ല. യു ആർ ഓൾവേസ് ടച്ച് ബൈ ദ കിങ്ഡം ആൻഡ് യു ആർ ഓൾവേസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. പക്ഷെ അതേസമയം നമ്മുടെ ദേഹി, നമ്മുടെ ഇച്ഛ, നമ്മുടെ വില്ല്, നമ്മുടെ മൈൻഡ്, നമ്മുടെ ഇമോഷൻസ്, അവിടെയാണ് ലോകത്തിൽ നിന്ന് ഓരോ കാര്യങ്ങൾ നമ്മളെ ടച്ച് ചെയ്യുന്നതും. നമ്മൾ എപ്പോഴും ഇരുമനസ്സായിട്ട് ആത്മീയ മനുഷ്യൻ വരും, പറയും, വചനം പറയും, നമ്മളെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും യേശു ക്രിസ്തുവിനെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ആ വചനത്തിൽ നമ്മുടെ ആത്മീയ മനുഷ്യൻ അങ്ങനെ ആയിരിക്കുന്നു പറയുമ്പോഴും നമ്മുടെ യഥാർത്ഥ സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയല്ല. അപ്പൊ അതെന്താ അങ്ങനെ ഒരു ഡബിൾ മൈൻഡൻസ്. അപ്പൊ അവിടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, എല്ലാ റെവലേഷൻ ഓഫ് ഗോഡും ഇറ്റ് കംസ് ഇൻ യുവർ സ്പിരിറ്റ്, നമ്മുടെ ഹൃദയത്തിലേക്ക്. അതിന് ഇത് തന്നെയാണ് നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കും, ലോകക്കാർ എന്നെ കുറിച്ച് എന്താ പറയുന്നത്? അപ്പൊ നമുക്കറിയാം 4 ഡിഫറെന്റ് മെസ്സേജസ്, റിപ്പോർട്ട്സ് കിട്ടി. പക്ഷെ കർത്താവ് പറഞ്ഞ ശിഷ്യന്മാർ, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? നമുക്കറിയാം, പത്രോസ് ചാടി ഇറങ്ങി കഴിഞ്ഞാൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന്. അപ്പൊ യേശു പറയുന്നത്, ഇത് സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നത്, ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തി തന്നത്, സ്വർഗത്തിലെ പിതാവ് തന്നെ നിനക്ക് വെളിപ്പെടുത്തി. ആ വെളിപ്പെടുത്തൽ ഹൃദയത്തിലായിരുന്നു. നമുക്ക് അതും കഴിഞ്ഞ് നമുക്കറിയാം, ഇതേ വെളിപ്പാട് കിട്ടിയ അപ്പോസ്തലന്റെ പിന്നെ അതിന്റെ 3-4 വാക്യം താഴോട്ട് വരുമ്പോൾ നമുക്കറിയാം, ഈ കർത്താവിനോട് തന്നെ പറയും, നീ കഷ്ടം സഹിക്കും, ഈ ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയും. അപ്പൊ യേശു തന്നെ പറയും, മാറി നിൽക്കുക സാത്താനെ എന്ന്. അപ്പൊ ഇത് എല്ലാ വെളിപ്പാടുകളും, എല്ലാ റെവലേഷൻ കംസ് ഇൻ യുവർ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് ഹൃദയത്തിൽ നിന്നാണ് ഇത് പുറമേ കണ്ണുകൊണ്ട് കണ്ട് നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡില് ഇത് സ്റ്റോർ ചെയ്യും. ഒരു മെമ്മറി ആയിട്ട് ആ എക്സ്പീരിയൻസ് എപ്പോഴും മൈൻഡിൽ നമ്മുടെ സ്റ്റോർ ചെയ്യും. അതുകൊണ്ടാണ് യു ഷുഡ് നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് ഷാൽ ലെറ്റ് യു ഫ്രീ എന്ന് പറയുന്നത്. അപ്പൊ ബൈബിളിൽ എപ്പോഴും നോയിങ് എന്ന് ബൈബിളിൽ പറയുമ്പോൾ എപ്പോഴും ഇറ്റ് ഈസ് എക്സ്പീരിയൻസിങ്. ആ സത്യം ഞാൻ ജീവിത ശൈലിയായി എക്സ്പീരിയൻസ് ചെയ്തു. അപ്പൊ ഒരു സത്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, ഒരു ട്രൂത്ത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതിനെ പ്രോസസ് ചെയ്യണം. ആ പ്രോസസ് ചെയ്ത് ആദ്യം ഹൃദയ കണ്ണുകൊണ്ട് കാണണം. ഹൃദയത്തിന്റെ അകമയ മനുഷ്യനെ കൊണ്ട് അത് കാണണം. കണ്ട് ആ അകമയ മനുഷ്യനിൽ അത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പരിശുദ്ധാത്മാവ് അകമയ മനുഷ്യനെ നമ്മുടെ സുബോധ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവിടെ നമ്മളത് കാണാൻ തുടങ്ങും. കാരണം അകത്ത് ക്രിസ്തു ഉണ്ട്. അപ്പൊ ക്രിസ്തു എങ്ങനെ എന്റെ സാഹചര്യത്തെ കാണുന്നു, ആ കണ്ണുകൊണ്ട് കാണാൻ പഠിക്കുമ്പോൾ എന്റെ മനസ്സിനകത്ത് ഒരുപാട് സംശയങ്ങൾ വരും.
ആ സംശയങ്ങൾക്കെല്ലാം ഓരോന്നിനും ഉത്തരം പരിശുദ്ധാത്മാവ് തരുമ്പോഴാണ് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയം ഒരുമനപ്പെട്ട് വരുമ്പോഴാണ് ഈ അലൈൻമെന്റ് എന്ന് പറയുന്നത്. അബൈഡിങ്, അവിടാണ് നമ്മൾ ഒരുമനപ്പെട്ട അബൈഡിങ്ങിലേക്ക് വരുന്നത്. മനസ്സും ഹൃദയവും ക്രിസ്തുവിലേക്ക് കേന്ദ്രീകരിതമാണ് അബൈഡിങ് എന്ന് പറയുന്നത്. അവിടെ വരുമ്പോഴാണ് വി ബിക്കം സിംഗിൾ മൈൻഡഡ് അല്ലെങ്കിൽ സിംഗിൾ ഫോക്കസ്. കാരണം ഇരുമനസ്സുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. സോ വാട്ട് എവർ എക്സ്പീരിയൻസ് യു ഹാവ് ത്രൂ ദാറ്റ് വേർഡ്, നമ്മുടെ ആ വചനത്തിൽ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അത് സ്റ്റോർ ചെയ്ത് വെച്ച്, സോ ദാറ്റ് നെക്സ്റ്റ് ടൈം വെൻ യു എൻകൗണ്ടർ ദി സിമിലർ സിറ്റുവേഷൻ, അടുത്ത സമയം നമ്മൾ അതുപോലൊരു സാഹചര്യം നമ്മൾ എൻകൗണ്ടർ ചെയ്യുമ്പോൾ, നമ്മളെ ഫേസ് ചെയ്യുമ്പോൾ, നമുക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മുടെ മനസ്സിനകത്ത് സ്റ്റോർ ചെയ്ത് പരിശുദ്ധാത്മ ഉടനെ ആ സ്റ്റോർ ചെയ്തെടുത്തു നമ്മളെ റിമൈൻഡ് ചെയ്തു. ദാറ്റ്സ് ദ വേ ഇറ്റ് ഓൾവേസ് വർക്ക്സ്. കാരണം ദൈവരാജ്യത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ വിത്ത് ദ ഹാർട്ട് വൺ ബിലീവ്സ്, ഹൃദയം കൊണ്ടാ വിശ്വസിക്കും. ഫസ്റ്റ് ഈസ് ദ ഹാർട്ട്. കാരണം നേരെ ടെക്നോളജിയിലേക്ക് വന്നാൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ വന്ന് സംശയങ്ങൾ വന്ന് ആ കിട്ടിയ വചനത്തെ ഞെരുക്കിക്കൊന്നു കളയും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 13:31 ദൈവരാജ്യത്തിന്റെ വചനം, ആ വിത്ത് ഒരുവൻ ഗ്രഹിക്കാഞ്ഞാൽ സാത്താൻ വന്ന് കിളി വന്ന് എടുത്തോണ്ട് പോകുന്നു. ഗ്രഹിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് അണ്ടർസ്റ്റാൻഡിങ് ദ വേർഡ് വിത്ത് ദ ഹാർട്ട് ഫസ്റ്റ്. ഇവിടെ പറയുന്നു, ഈ വചനത്തിൽ പറയുന്നു, ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കും, ക്രിസ്തുവിനെ പോലെ ആയിരിക്കും. ക്രിസ്തു എങ്ങനായിരിക്കും? അവിടാണ് നമുക്ക് തിരിച്ചറിവ് വരുന്നത്. ആ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തി കൊണ്ട് എങ്ങനെ ഞാനും നിങ്ങളും ആ പുതിയ സൃഷ്ടിയായി എങ്ങനെ ഏത് പദവിയിലാണ് നമ്മൾ ഇന്ന് ഇരുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കണം. ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ക്രിസ്തു തന്നെയല്ല മരിക്കുന്നത്, നിങ്ങളും ആ ക്രൂശ് മരണത്തിൽ പങ്കാളിയെ. അപ്പോ ക്രിസ്തു ക്രൂശിക്കപ്പെടുമ്പോൾ ഞാനും ആ ക്രൂശ് മരണത്തിൽ പങ്കാളിയെ. ക്രിസ്തു മരിക്കുമ്പോൾ ഞാനും അതിൽ മരണപ്പെട്ടു. ക്രിസ്തുവിനെ അടക്കിയപ്പോൾ ഞാനും അതിൽ അടക്കപ്പെട്ടു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാനും ജീവന്റെ പുതുക്കത്തിൽ യേശുവിൽ ഒരു പുതിയ ജീവനായിട്ട് ഞാൻ പോകും. ആ പിതാവ് ഇന്ന് എന്നെ ക്രിസ്തുവിനകത്ത് ആക്കി വെച്ചിരിക്കുന്ന എന്തിനാ? സോ ദാറ്റ് he can love me the same as he loves Jesus. യേശുവുമായിട്ട് പിതാവ് എങ്ങനെ വ്യക്തിപരമായ ആ സ്നേഹ ബന്ധത്തിലായിരുന്നോ അതേ ബന്ധത്തിൽ ഇന്ന് എനിക്കും നിങ്ങൾക്കും പിതാവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും. എങ്ങനെ? The Father will always love the Son in you. പിതാവ് എപ്പോഴും നമ്മുടെ ഉള്ളിലെ യേശുവിനെ സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ നമ്മളെയും സ്നേഹിക്കും. കാരണം എന്നെയും നമ്മളെ ക്രിസ്തുവിനകത്ത് വെച്ച് കഴിയുമ്പോൾ പിതാവ് നമ്മളെ രണ്ടായിട്ടല്ല കാണുന്നത്. He sees everyone through Christ. അപ്പൊ ഇന്ന് നമ്മള് ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായിട്ട് പുറത്തു വരുമ്പോൾ പിതാവ് ഇന്ന് കാണുന്നത് നമ്മളെ ക്രിസ്തുവിനെ പോലെ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എങ്ങനെയായിരുന്നു അതുപോലെ നമ്മളെ കാണുന്നത്. പക്ഷെ നമുക്കൊരു വളർച്ച വേണം. അപ്പൊ ക്രിസ്തു എങ്ങനെ നടന്നു അതെല്ലാം, അതുകൊണ്ട് യേശു വന്ന എല്ലാം നമുക്കൊരു റോൾ മോഡലായിട്ട് നമുക്ക് കാണിച്ചിരുന്നത്. യേശു സുവിശേഷത്തെ നമുക്കറിയാം, ഈ ലോകത്ത് യേശു വന്നപ്പോൾ യേശു എപ്പോഴും പറയാം, എന്റെ പിതാവ് എന്ത് കാണുന്നു അത് മാത്രം ഞാൻ കാണുന്നു, എന്റെ പിതാവ് എന്ത് സംസാരിക്കുന്നോ അത് ഞാൻ സംസാരിക്കുന്നു. ഇന്ന് എനിക്ക് നിങ്ങൾക്കും അതേ, കാരണം ക്രിസ്തുവിലായിരിക്കും ഞാൻ, അവൻ അങ്ങനെ ആയിരിക്കുന്നു അതുപോലെ ലോകത്ത് നാം അവനെ പോലെ ആയിരിക്കുന്നു പറയുമ്പോൾ നമുക്ക് ആ ഒരു ലൈഫ് സ്റ്റൈലിലൊക്കെ എനിക്ക് നിങ്ങൾക്കും വരണം. കാരണം ആ ലൈഫ് സ്റ്റൈലിലേക്ക് വരാൻ വേണ്ടി കർത്താവ് ഒരു വില കൊടുത്ത് എന്നെ നിങ്ങളെയും രക്ത ഉടമ്പടിക്കകത്താക്കി ക്രിസ്തുവിനുള്ളിൽ നിന്ന് വെച്ചിരിക്കും. അപ്പൊ നമുക്കൊരു വളർച്ചയാണ് ഇനി വേണ്ടത്. ആ വളർച്ച വരേണ്ടത് എന്റെ ദേഹിയുടെ മേലാണ് വളർച്ച വരേണ്ടത്. എന്റെ മൈൻഡ് റിന്യൂ ആക്കണം. അവൻ ആയിരിക്കുന്നത് പോലെ ഞാൻ ഇപ്പോൾ ഈ ലോകത്തിലായിരിക്കുന്നു. എങ്ങനെ? ഉയർത്തെഴുന്നേറ്റപ്പെട്ടു. കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പെട്ട് വചനം പറയുന്നു, പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഉന്നതങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. ഞാനും നിങ്ങളും അവനോടുകൂടെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഉന്നതങ്ങൾ ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമുക്ക് ആ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തി കൊണ്ട് നമുക്കും യേശുവിന് എന്ത് സംഭവിച്ച അതേ തന്നെ എനിക്ക് നിങ്ങൾ സംഭവിച്ചിരിക്കും. അപ്പൊ ഏത് സാഹചര്യത്തെയും കാണുമ്പോഴും, ഏത് സാഹചര്യം നമ്മുടെ ഉള്ളിൽ വരുമ്പോഴും നമുക്ക് ആദ്യം നമ്മുടെ മനസ്സ് ഇമ്മീഡിയറ്റ്ലി കം ഇൻ ടു ക്രൈസ്റ്റ്. ഉടനെ അത് ക്രിസ്തുവിലേക്ക് കൊണ്ടുവരണം. ആ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നത് എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ഏത് സാഹചര്യത്തെ നമ്മൾ നേരിട്ട് കാണരുത്. ഫസ്റ്റ് സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്നല്ല എന്റെ പ്രയോറിറ്റി കൊടുക്കണം. കാരണം എങ്ങനെ എന്റെ സാഹചര്യത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരാമെന്ന് ഞാൻ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും എന്റെ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നത് സാഹചര്യത്തിനാണ്. അതാകരുത്. കാരണം എല്ലാ സാഹചര്യത്തിന്റെയും
അജണ്ട, അതേ സാഹചര്യം കൊണ്ടുവന്ന ആ ശത്രുവിന്റെ അജണ്ട എന്നാന്ന് ചോദിച്ചാൽ he wants your worship. ഞാൻ നേരത്തെ അത് പറഞ്ഞതാണ്. കാരണം നമ്മുടെ ഫോക്കസ് അറ്റൻഷൻ ക്രിസ്തുവിന് മാറി സാഹചര്യത്തിലേക്ക് കൊടുക്കാൻ ആണ് നമ്മുടെ ആ സാഹചര്യം നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ സാഹചര്യത്തിന്റെ അജണ്ട എന്ന് പറയുന്നത് എന്റെ ഫോക്കസ് ക്രിസ്തുവിന് മാറി സാഹചര്യത്തിലേക്ക് നോക്കാം. സോ ദാറ്റ് ഐ ആം ഗിവിങ് മൈ അറ്റൻഷൻ ടു ദ സിറ്റുവേഷൻ ഫസ്റ്റ്. നോ, അതല്ല വേണ്ടത്. സാഹചര്യത്തിൽ അവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി യേശുവിന് പ്രയോറിറ്റി ചെയ്ത് പ്രീ എമിനൻസ് ടു ജീസസ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കും. അപ്പൊ അതെങ്ങനെ നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ നന്ദി കരയും. കാരണം ഈ നന്ദി കരയറ്റിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻസ് എന്നാ നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ നന്ദി കരയറ്റുമ്പോൾ നമ്മുടെ അറ്റൻഷൻ സാഹചര്യത്തിൽ നിന്ന് മാറി നമ്മൾ ദൈവത്തിലേക്ക് നമ്മൾ ദൈവത്തിലേക്ക് നമ്മൾ അറ്റൻഷൻ കൊടുക്കുമ്പോൾ വാട്ട് ഈസ് യു ആർ മാഗ്നിഫൈയിങ് ദ ലോർഡ്. നമ്മൾ ദൈവത്തെ മാഗ്നിഫൈ വലുതാക്കുക. അല്ലെങ്കിൽ ഞാൻ ദൈവത്തിലെ യേശുവിലേക്ക് ഞാൻ നോക്കാതെ സാഹചര്യത്തെ മാത്രം ഞാൻ നോക്കുമ്പോൾ എന്റെ അറ്റൻഷൻ അങ്ങോട്ട് പോകുമ്പോൾ ഐ ആം മാഗ്നിഫൈയിങ് ദ സിറ്റുവേഷൻ. സാഹചര്യത്തെ വലുതാക്കി യു ആർ സീയിങ് ദ ബിഗ്നെസ് ഓഫ് ദ സിറ്റുവേഷൻ. ഇതാണ് സാഹചര്യത്തിന്റെ അജണ്ട. നമ്മുടെ അറ്റൻഷൻ ഫോക്കസ് യേശുവിനെ മാഗ്നിഫൈ ചെയ്യാതെ സാഹചര്യത്തെ മാഗ്നിഫൈ ചെയ്യുമ്പോൾ സാഹചര്യം വലുതായിട്ട് തോന്നും, ഞാൻ ചെറുതായിട്ട് തോന്നുമ്പോഴാണ് നമുക്ക് ഭയമുള്ളിൽ വരുന്നത്. ഹൗ കൻ ഐ ഓവർകം ദിസ്? ഇത് തന്നെയായിരുന്നു നമുക്കറിയാമല്ലോ, പഴയ നിയമത്തിൽ നമുക്കറിയാം 12 സ്പൈസിനെ പ്രോമിസ്ഡ് ലാൻഡിലേക്ക് അയക്കുന്നു, പോയി നോക്കിയിട്ട് വരാൻ പറയുന്നു മോശ. 10 പേര് പോയിട്ട് വന്ന് റിപ്പോർട്ട് കൊടുത്താൽ നമുക്കറിയാം, ശരിയാണ്, പാലും തേനും ഒഴുകുന്ന സ്ഥലമാണ്, ഫ്രൂട്ട്സ് ഒക്കെ വലുതാണ്, പക്ഷെ അതേ സമയം വലിയ ജയൻസ് മല്ലന്മാരുണ്ട്, അവരോട് നമുക്ക് ജയിക്കാൻ പറ്റും. അതേസമയം 2 പേര് കാലേബും ജോഷുവയും വന്ന് റിപ്പോർട്ട് തന്നതന്നെ ശരിയാ, ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഗോഡ് ഈസ് വിത്ത് us. ദൈവം നമുക്ക് കൂടെ ഉണ്ട്. ദൈവം നമുക്ക് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ തോൽപ്പിക്കാം. അപ്പൊ അവിടെ എന്താ വ്യത്യാസം വന്ന്? ഈ 2 വ്യക്തികൾ നമുക്കറിയാം, ജോഷുവയും കാലേബും എപ്പോഴും നമുക്കറിയാം മോശ എപ്പോ കൂടാരത്തിൽ പോന്നോ ഇവരവിടെ പോയി. അപ്പൊ ദൈവത്തിന്റെ പ്രസൻസിലായിരുന്നു 2 പേരും. അധിക ദീർഘനാള് ദൈവത്തിന്റെ പ്രസൻസിൽ ഇരുന്നപ്പോൾ അവർ ഈ ദൈവത്തിന്റെ ആ മഹത്വം അവരുടെ ഉള്ളിൽ വലുതായി. എനിക്ക് നിങ്ങൾക്കും ഇന്ന് ആ യേശു നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശ ഇന്ന് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു. അവനായിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നു പറയുമ്പോഴും യേശു എങ്ങനെ ഈ സാഹചര്യത്തെ നേരിട്ടോ ആ സാഹചര്യത്തെ നേരിടാനുള്ള ഒരു വളർച്ച എങ്ങനെ നമ്മൾ ആരംഭിക്കുന്നത് ഏത് സാഹചര്യം ആദ്യം സാഹചര്യത്തെ നോക്കാതെ നന്ദി കരയറ്റാൻ ഞാനും നിങ്ങളും പഠിക്കണം. കാരണം നന്ദി കരയറ്റുമ്പോൾ യു ആർ റിജോയ്സിങ് ആൻഡ് ഗിവിംഗ് താങ്ക്സ് ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തെ മാഗ്നിഫൈ ചെയ്യാം, ഈ ദൈവത്തെ വലുതാക്കും. ദൈവത്തെ വലുതാക്കും തോറും യു ബിക്കം ഓസ്ട്രക്ക്. ദൈവത്തിന്റെ പ്രസൻസിൽ കൂടുതൽ അവയർനെസ് ആണ്. കാരണം അവയർനെസ് വരുംതോറും നിങ്ങളുടെ ആത്മാവിലെ ആ ഒരു സ്റ്റേറപ്പ് ചെയ്യും. ആത്മീയ മനുഷ്യൻ ഒന്ന് ഉത്തേജിപ്പിക്കപ്പെടും, മനസ്സൊന്ന് തണുക്കും, മനസ്സൊന്ന് കൂൾ ഡൗൺ ചെയ്യുമ്പോൾ ഈ ദൈവത്തെ നിങ്ങൾ വലുതായിട്ട് കാണും തോറും ഈ യേശുവിനെ എങ്ങനെ എൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു, ആ ക്രിസ്തുവിന്റെ വലുപ്പത്തെ നിങ്ങൾ മനസ്സിലാക്കും തോറും നിങ്ങളുടെ മഹത്തെ പിക്ചർ വലുതായി വരുമ്പോൾ യു ആർ മാഗ്നിഫൈയിങ് ദ ലോർഡ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബോധ്യത്തിലേക്ക് വരും, നിങ്ങൾ ആ ദൈവത്തെ ആ മാജസ്റ്റി, ആ സോവർണിറ്റി, ആ സുപ്രമസി ഓഫ് ദ ലോർഡിലേക്ക് ആ ഒരു അവയർനെസ്സിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സാഹചര്യം ചെറുതായി വരും. നിങ്ങൾ അവനായിരിക്കുന്നത് എങ്ങനെയോ ആ തലത്തിലേക്ക് നിങ്ങൾ വലുതാക്കും. അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് വരും. ഈ മാഗ്നിഫൈ ചെയ്ത് നന്ദി കരയറ്റാതെ സ്വന്തം കരയറ്റാതെ സാഹചര്യത്തെ മാത്രം നോക്കി എങ്ങനെ എനിക്ക് ഇതിനകത്തുനിന്ന് പുറത്തു വരും എന്നുള്ള ആ ഒരു പ്രയോറിറ്റി ഞാൻ അതിനകത്ത് കൊടുക്കുമ്പോൾ ഐ ആം മാഗ്നിഫൈയിങ് ദ സിറ്റുവേഷൻ. സാഹചര്യത്തെ വലുതാകുമ്പോൾ ഞാൻ ചെറുതാകും. സാഹചര്യം വലുതായി വരുന്തോറും എനിക്ക് തോന്നും ഐ കനോട്ട് ഡു ഇറ്റ്, ഞാൻ ശക്തനല്ല, ഞാൻ ബലഹീനനാണ്. ആ ഒരു ഇതിലേക്ക് വരും. കീ ഫോർ ദാറ്റ് ഇസ് റിജോയ്സിങ് ആൻഡ് ഗിവിംഗ് താങ്ക്സ്. അതാണ് ഫസ്റ്റ് സ്റ്റേജ് ടു ബിക്കം. അവനായിരിക്കുന്നത് പോലെ തന്നെ ഈ ലോകത്ത് നാം ആകണം. അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് ആ ഒരു വളർച്ചയിലാണ്. ക്രിസ്തുവിൽ നമ്മൾ കംപ്ലീറ്റ് പരിപൂർണനാണെന്ന് വചനം പറയും. യു ആർ കംപ്ലീറ്റ് ഇൻ ഹിം. നമ്മൾ ക്രിസ്തുവിൽ പരിപൂർണനാണ് എന്ന് പറയുമ്പോഴും അതാണ് ഈ ദൈവരാജ്യവും ലോകരാജ്യവും ഉള്ള വ്യത്യാസം. ലോകരാജ്യത്തിൽ നമ്മൾ സപ്പോസ് നമ്മളൊരു ജോലി പ്രവേശിക്കുമ്പോൾ സ്റ്റാർട്ട് ഫ്രം ദ ലോ, താഴെ കടയുന്ന നമ്മൾ പ്രൊമോഷൻ കിട്ടി മേളിലോട്ട് വന്ന് ഏറ്റവും മേളിലോട്ട്. ദൈവരാജ്യം നേരെ ഓപ്പോസിറ്റ്. ദൈവരാജ്യത്തിൽ ക്രിസ്തുവെ തരിക വഴി
ദൈവരാജ്യത്തിന്റെ മുഴുവൻ മഹത്വം നമ്മുടെ ഉള്ളിലേക്ക് ദൈവം തന്നു കഴിഞ്ഞു. യു ആർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. പക്ഷെ എന്റെ ജീവിതത്തിൽ അത് വെളിപ്പെട്ട് വന്നില്ല. ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ടീച്ചിങ് us ടു വാക്ക് ഇൻ ദാറ്റ് കംപ്ലീറ്റ്നെസ്. അപ്പൊ മുഴുവൻ നമുക്ക് ക്രിസ്തു വഴി ദൈവം മുന്നേ തന്നു കഴിഞ്ഞു. ഇറ്റ് ഇസ് ഇൻ ക്രൈസ്റ്റ് എവറിത്തിങ്. ജീവനും വിശുദ്ധിക്കും വേണ്ടിയതുള്ള ഒക്കെയും ക്രിസ്തു മുഖാന്തരം തന്നു കഴിഞ്ഞു. എന്നിട്ട് പരിശുദ്ധാത്മ നമ്മളെ ആ വളർച്ചയിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ നമ്മളെ ആക്കുന്നത്? അവൻ ഈ ലോകത്ത് എന്തെന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു. ആ ഒരു വളർച്ചയിലേക്ക് കൊണ്ടുവരും. എന്ത്? ഏത് സാഹചര്യത്തെ ക്രിസ്തു എങ്ങനെ നേരിട്ടോ, ഏത് സാഹചര്യ നടുവിൽ ക്രിസ്തു എങ്ങനെ നിലനിന്നോ, എന്ത് സംസാരിച്ചോ, എന്ത് കണ്ടോ, ആ ഒരു രൂപാന്തരത്തിലേക്ക് ഓരോ ദിവസവും എന്നെ നിങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിന്റെ എല്ലാം അടിസ്ഥാനം വേണ്ടത് സ്നേഹമാണ്. അതിന്റെ ഫൗണ്ടേഷൻ പില്ലർ. കാരണം ഈ സ്നേഹത്തിൽ നിറഞ്ഞില്ലേ നമ്മൾ എന്തോ ദൈവത്തെ എന്തോ ചെയ്ത് പ്രസാദിപ്പിക്കാൻ നമ്മൾ നോക്കും. ദാറ്റ്സ് കോൾഡ് ക്രിസ്ത്യൻ പെർഫോമൻസ്. ആ പെർഫോമൻസ് ഇതിനകത്ത് ഇല്ല. കാരണം പ്രവർത്തിച്ചത് മുഴുവൻ യേശു ക്രൂശിൽ പൂർത്തീകരിച്ച ക്രൂശിൽ പ്രവൃത്തി കൊണ്ട് പ്രവർത്തിച്ചത്. കാരണം ഞാനും നിങ്ങളും അതിക്രമത്താലും പാപത്താലും മരിച്ചു കിടന്ന സമയത്താണ് ദൈവം നമുക്ക് വേണ്ടി ഇതെല്ലാം പൂർത്തീകരിച്ച് രക്ത ഉടമ്പടിക്കാത്ത പിതാവും പുത്രനും രക്ത ഉടമ്പടിക്കാത്ത എന്നെ നിങ്ങളെ കൊണ്ട് വെച്ചിരിക്കുക. എന്നിട്ട് ആ ക്രിസ്തുവിൽ ഇന്ന് കൊണ്ടുവച്ചിരിക്കുക. എന്നിട്ട് നമ്മളെ വളർത്തുക. പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥനെ കൊടുത്തന്ന് നമ്മളെ ആ സ്നേഹ ബന്ധത്തിൽ വളരണം. കാരണം ഈ സ്നേഹത്തിൽ ഞാനും നിങ്ങൾ വളരാതെ വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് ഭയം, ആങ്സൈറ്റി, വെറി എല്ലാം നമ്മുടെ ഉള്ളിൽ സ്റ്റേറപ്പ് ചെയ്യും. ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തി നമ്മുടെ ജഡീയ പാപ നേച്ചറിനെ മാത്രമല്ല യേശു എടുത്തത്, നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന സകല നെഗറ്റിവിറ്റിയും യേശു ക്രൂശിൽ എടുത്തു കഴിഞ്ഞു. അപ്പൊ പിതാവായി ദൈവം നമ്മളെ പുതിയ സൃഷ്ടിയായിട്ട് ക്രിസ്തുവിനുള്ളിലേക്ക് വെച്ചപ്പോൾ ആ പുതിയ സൃഷ്ടിയിലേക്ക് പിതാവിനെ നോക്കുമ്പോൾ he doesn't see sin. പാപമല്ല ഇന്ന് ഡീൽ ചെയ്യുന്നു. he is dealing with your righteousness. നീതീകരണം നമ്മളെ പഠിപ്പിക്കുക, നീതീകരണം നമ്മളെ പരിശീലിപ്പിക്കും. പിതാവായ ദൈവം will always deal with your new man, not the old man. ആ ന്യൂ മാൻ എങ്ങനെ? അവനായിരിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ലോകത്തായിരിക്കുക. As he is, so we are in this world. അപ്പൊ യേശു എങ്ങനായിരുന്നു ഈ ലോകത്ത്, അതുപോലെ തന്നെ നമ്മളെ ആക്കി വെച്ചിരിക്കുക. അതിലേക്ക് ഒരു വളർച്ചയിലേക്ക് ഞാനും നിങ്ങളും വേണ്ടത്. ആ ഒരു നിലവാരത്തിലേക്ക് ഒരു വളർച്ചയിലേർന്നത് അതെങ്ങനെ ഓരോ സാഹചര്യത്തിൽ കൂടെ. അതിന്റെ അടിസ്ഥാനം സ്നേഹമാണ്. തികഞ്ഞ സ്നേഹത്തിലേക്ക് വരണം. കാരണം ദൈവം നമ്മളെ സ്നേഹിച്ചു വന്നതാണ്. നമുക്ക് ഇതിനകത്ത് പറയുന്നത് 19 വാക്യം പറയുന്ന, ആദ്യം അവിടുന്ന് നമ്മളെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചു തന്നതല്ല, നമ്മളെ തേടി വന്ന സ്നേഹം. സോ ക്രിസ്തുവിനുള്ളിൽ ആക്ക വഴി യു ആർ ദ ബെലവഡ്. നിങ്ങൾ ഇപ്പോൾ ദൈവത്തിന്റെ പ്രിയ പുത്രന്മാരും പുത്രിമാരുമാക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ വേണം നമ്മുടെ ബേസിക് തിയോളജി നമുക്ക് ബിൽഡപ്പ് ചെയ്യും. അതിൽ വേണം തുടങ്ങാൻ. ഞാൻ ഇപ്പോൾ കർത്താവിലേക്ക് യേശുവിന്റെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തി മുഖാന്തരം പ്രിയ പുത്രനും പ്രിയ പുത്രിയുമായി തീർന്നിരിക്കുന്നു. As he is, so we are in this world. കാരണം ആ സ്നേഹ ബന്ധത്തിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും നമുക്ക് സ്നേഹിക്കാൻ പറ്റും. അപ്പൊ ആ ഒരു ബന്ധത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കും, ദൈവം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും ദൈവത്തെ സ്നേഹിക്കാൻ ദൈവം ഒരു കമാൻഡ്മെന്റ് തരുമ്പോൾ എപ്പോഴും മനസ്സിലാക്കിയോളാം, ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ വെച്ച് he has to love you with all his heart, with all his mind, with all his strength. ദൈവം ഒരു കമാൻഡ്മെന്റ് തരുമ്പോൾ ആ കമാൻഡ്മെന്റ് നമ്മളിൽ ഉള്ളിൽ ആദ്യം ദൈവം പ്രവർത്തിക്കുന്നു. ദൈവം നമ്മളെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവിനോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ക്രിസ്തുവിനുള്ളിലായിരിക്കുന്നത്. ആ ബന്ധത്തിലേക്ക് ദൈവം ആദ്യം കൊണ്ടുവന്നു. ആ സ്നേഹത്തിൽ നമ്മളെ കുറച്ച് നിർത്തി. ആ സ്നേഹത്തിൽ ഇന്ന് ഞാൻ വളരണം. സാഹചര്യങ്ങൾ എപ്പോഴും ഭയം, കാരണം ഈ ഭയം എന്ന് പറയുന്നത് നെഗറ്റീവ് ഉള്ളത്. ക്രൂശിൽ എടുത്തെന്ന് പറഞ്ഞാലും ഫിയർ, ആങ്സൈറ്റി, വറി, ഇന്റിമിഡേഷൻ, ഇതെല്ലാം ക്രൂശിൽ ദൈവം എടുത്ത് പഴയ മനുഷ്യനെ അടക്കി എന്ന് പറയുമ്പോഴും നമ്മുടെ പഴയ മനസ്സിനകത്ത് ഇപ്പോഴും ചില ഹാബിറ്റായിട്ട് ഇത് കിടപ്പുണ്ട്. നെഗറ്റീവ് തോട്ടായിട്ട് അതിനകത്ത് കിടപ്പുണ്ട്. സോ അതുകൊണ്ട് അവനായിരിക്കുന്നത് പോലെ നാം ഇപ്പോൾ ആയിരിക്കുന്ന ദൈവത്തിന്റെ വചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഉടനെ നിങ്ങൾ പറയും,
ആസ് ഹി ഈസ്. ദൈവം യേശു എങ്ങനെയായിരുന്നു അതുപോലെ ഇപ്പോൾ നമ്മൾ ഭൂമിയിലായിരിക്കുന്നു പറയുമ്പോൾ എന്തുകൊണ്ടാ എനിക്കിത്, പിന്നെ എനിക്ക് എന്തുകൊണ്ടാ ഭയം? നമ്മുടെ ഉള്ളിൽ ഉടനെ ചോദ്യങ്ങൾ വരും. അപ്പോഴാ മനസ്സിലാക്കണ്ടേ, അങ്ങനെ ചോദ്യം വരുമ്പോഴേ മനസ്സിലാക്കിക്കോ, God wants to bring out that negative out and get rid of it. ദൈവം വചനം വായിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ ഒരു മെമ്മറി ആയിട്ട് കിടക്കുന്ന നെഗറ്റീവ് പൊങ്ങി വരും, ഉടനെ പൊങ്ങി വരും. അവനായിരിക്കുന്നത് പോലെ ആണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയാണല്ലോ. അപ്പൊ വൈ അത് വരുന്നത് തന്നെ ദൈവത്തിന്റെ ഉദ്ദേശം തന്നെയാണ് ആ നെഗറ്റീവ് തോട്ടിനെ പൊക്കിക്കൊണ്ടുവന്ന് എന്റെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് എന്നേക്കുമായിട്ട് അത് മാറ്റണം. അത് എങ്ങനെയാ ദൈവം മാറ്റുന്നത്? ഗോഡ് വിൽ ഡിക്ലെയർ ഐഡന്റിറ്റി. നീ ക്രിസ്തുവിലാണ്, ക്രിസ്തുവിൽ പൂർണ്ണ സ്നേഹത്തിലാണ് ഞാൻ നിന്നെ കാണും. നിന്റെ ഒരു പ്രവൃത്തി നോക്കിയിട്ടല്ല, കാരണം പുത്രൻ ക്രൂശിൽ ചെയ്ത പ്രവൃത്തിയാണ്. അപ്പൊ നമുക്കൊരു പെർഫോമൻസ് അതിൻ്റെ അകത്തില്ല. കാരണം നമ്മൾ ആ സ്നേഹത്തിൽ നിറയും തോറും ആ ബന്ധത്തിലേക്ക് വരുമ്പോൾ, ആ ബന്ധത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം ലേഖനം തന്നെ 3-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ കാണുമ്പോൾ ദൈവം മക്കളെ നിങ്ങൾ ദൈവം നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു, മക്കളാക്കിയിരിക്കുന്നു. അങ്ങനെ തുടങ്ങുന്നത് തന്നെ. കാരണം എന്നാ, ആ സ്നേഹ ബന്ധത്തിലേക്ക് യോഹന്നാൻ കൊണ്ടുവരികയാണ്. നമുക്കറിയാം അപ്പോസ്തലനായ യോഹന്നാൻ നമുക്കറിയാം യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യനാണ്, അല്ലെ? ഇന്നർ കോറിലുണ്ടായിരുന്നു. കാരണം യോഹന്നാനെ കുറിച്ച് പറയുന്നത് യേശുവിന്റെ മടിയിൽ തലവെച്ച് എപ്പോഴും ഇരിക്കുന്ന ശിഷ്യനാണ്. ക്രൂശിനെ ചുവട്ടിൽ ആദ്യം കണ്ട യോഹന്നാൻ. അത്ര ഒരു റെവലേഷൻ യോഹന്നാന് കിട്ടി, ദൈവസ്നേഹത്തെ കുറിച്ചുള്ള റെവലേഷനാണ് യോഹന്നാന്. ഔട്ട് ഓഫ് ദിസ് ഈസ് റൈറ്റിംഗ് ദിസ്. ആ യോഹന്നാനാ പറഞ്ഞേക്കുന്നത്. അപ്പോ അവിടുന്ന് നമ്മളെ സ്നേഹിച്ചു വന്നു, അതിക്രമത്താലും പാപത്താലും മരിച്ചു കിടന്ന് എന്നെ തേടി വന്ന സ്നേഹം. നമുക്കറിയാം വാട്ട് ഈസ് ട്രൂ ഇൻ ദ നാച്ചുറൽ ഈസ് ട്രൂ ഇൻ ദ സ്പിരിറ്റ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ എടുത്തു. നമ്മുടെ ഉദാഹരണത്തിന് എന്റെ മകൻ എന്നെ ഹൃദയം തുല്യം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അപ്പന് പേരുദോഷം വരുത്താൻ ഒന്നും ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ദൈവം, സകലത്തെയും സൃഷ്ടിച്ച ദൈവം എന്നെ വിലയ്ക്ക് വാങ്ങി, അതിക്രമത്താലും പാപത്താലും മരിച്ചു കിടന്ന് ദൂരസ്ഥനായിരുന്നു, ജാതീയനായിരുന്നു, ദൈവത്തെ അറിയാത്തൊരു ജനം. പക്ഷെ എന്നെ തേടി വന്നു, എന്നിട്ട് എന്നെ രക്തം നിന്ന് വിലയ്ക്ക് വാങ്ങി ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവന്നു ആ ക്രിസ്തുവിനുള്ളിലാക്കി. ആ സ്നേഹ ബന്ധത്തിൽ ഞാൻ നിറയും തോറും തികഞ്ഞ സ്നേഹം എല്ലാ ഭയത്തെയും പുറത്താക്കും. അപ്പൊ നിങ്ങളുടെ അടിസ്ഥാന ഫൗണ്ടേഷൻ, യു ഹാവ് ടു ബി റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ് ഇൻ ദിസ് ലവ്. ആ സ്നേഹത്തിൽ നിങ്ങൾ അബൈഡ് ചെയ്യണം, റൂട്ടഡ് ആവണം. അവിടുന്ന് വേണം ഇതെല്ലാം ബിൽഡപ്പ് ചെയ്യാൻ. കാരണം നിങ്ങൾ ആ സ്നേഹത്തിൽ റൂട്ടപ്പ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യം വരുമ്പോഴും എന്നെ കൈവിടാത്തൊരു ദൈവം, എന്നെ ഉപേക്ഷിക്കാത്ത ദൈവം, എനിക്ക് തുണയായി നിൽക്കുന്ന ഒരു ദൈവം. കാരണം ദൈവത്തിന് സ്വഭാവത്തിന്റെ ഒരു മാറ്റവുമില്ല. എന്റെ ഒരു പ്രവൃത്തിയും നോക്കിയിട്ടല്ല ദൈവം എന്നെ സ്നേഹിച്ചത്. ഇന്ന് ക്രിസ്തുവിനെ ഉള്ളിൽ നമ്മൾ വെച്ചിരിക്കുമ്പോഴും നമ്മുടെ നല്ല പ്രവൃത്തി കൊണ്ട് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ കൂട്ടാനും പറ്റത്തില്ല, നമ്മുടെ ചീത്ത പ്രവൃത്തി കൊണ്ട് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ കുറയ്ക്കാനും പറ്റും. അതാണ് കൃപ, ദാറ്റ് ഈസ് ഗ്രേസ്. അപ്പൊ ആ തികഞ്ഞ സ്നേഹത്തിൽ ഞാനും നിങ്ങളും വളരും തോറും ഇന്ന് പരിശുദ്ധാത്മാവിനെ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. എന്തിന്? ഈ സ്നേഹത്തിൽ സഹായിയാണ് നമ്മളെ വളർത്താൻ. അപ്പൊ ഓരോ സാഹചര്യത്തെ കൂടി നിങ്ങൾ ആ തികഞ്ഞ സ്നേഹത്തിൽ നിങ്ങൾ വരുംതോറും ഭയത്തിൽ നിന്ന് പതുക്കെ നമുക്ക് പുറത്തു. കാരണം നമ്മൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു സംഭവിക്കേണ്ടാത്ത ഒരു കാര്യം സംഭവിച്ചാൽ ഉടനെ നമ്മുടെ ആദ്യത്തെ മൈൻഡ് സെറ്റ്, അയ്യോ ഞാൻ എന്തെങ്കിലും ചെയ്തത് കൊണ്ട് ദൈവം എന്നെ ശിക്ഷിച്ചായിരിക്കും. ചില മൈൻഡ് സെറ്റ് നമുക്ക് വരും. നോ, കാരണം യേശു ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. ഞാൻ ശിക്ഷ വാങ്ങേണ്ടടുത്ത് എന്റെ യേശു സ്വയം അത് ഏറ്റെടുത്ത് യാഗമായി. ഈ പദ്ധതി ലോകസ്ഥാപനത്തിന് മുന്നമേ ഒരുക്കിയത്. കുഞ്ഞാട് ലോകസ്ഥാപനത്തിന് മുന്നമേ അറക്കപ്പെട്ടെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു. ആ ബന്ധത്തിലേക്ക് ഇന്ന് നിങ്ങൾ കയറണം. ആസ് ഹി ഈസ് സോ വി ആർ ഇൻ ദിസ് വേൾഡ്. അവനായിരിക്കുന്നത് പോലെ ഇന്ന് നമ്മളും യേശു ക്രിസ്തുവിനായിരിക്കുന്നു. ആ ഒരു വളർച്ചയിലേക്ക് ഞാനും നിങ്ങളും വരണം. കാരണം എന്താണെന്നറിയാം, ഇതിന്റെ അടിസ്ഥാനം നമ്മൾ ആ സ്നേഹത്തിൽ നിറയും. ഈ ലേഖനം 4-ാം അധ്യായം തന്നെ നിങ്ങൾ വായിച്ചു നോക്കിക്കോ, 2, 3, 4 ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കിക്കോ. സ്വന്തം സഹോദരനെ ആ സ്നേഹിക്കുന്നില്ലെങ്കിൽ നീ ദൈവത്തെ അറിയുന്ന പോലും ഇല്ലെന്നൊക്കെ പറയുന്നത്. ഇതാണ് യേശു വന്ന് നമ്മൾ കാണിച്ചത്. തിന്മയെ തിന്മ കൊണ്ടല്ല എതിർക്കേണ്ടത്, തിന്മയെ നന്മ കൊണ്ട് എതിർക്കണം.
അപ്പൊ ആ സ്നേഹത്തിൽ ഞാൻ നിറയും തോറും ആ ദൈവത്തിന്റെ ഗുഡ്നെസ് എന്റെ ഉള്ളിൽ നിറയാമോ, ആ സ്വഭാവത്തിലേക്ക് രൂപാന്തരം. ഇത് തന്നെയാ മോശ പറഞ്ഞത്. മോശ ദൈവത്തോട് പറയും, ഞാൻ ഈ മഹത്വം കണ്ടല്ലേ, ക്ലൗഡ്, ഈ മേഘം കണ്ടു മടുത്ത്, എനിക്ക് നിന്റെ മഹത്വം കാണും. ദൈവം പറയുന്നത്, എന്റെ മഹത്വം പൂർണ്ണമായിട്ട് നിനക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല, കാരണം നിനക്ക് കാണാൻ പറ്റും. പക്ഷെ നിന്നെ ഞാൻ പാറയിടുക്കി നിർത്താം, I pass before you and show my goodness. അവിടാണ് ആദ്യമായിട്ട് എക്സോഡസ് 33 and 34 അത് ആദ്യത്തെ വെളിപ്പാട്. The glory of God, ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് is the goodness of God. അത് വെളിപ്പെടുന്നത്. അപ്പൊ ഇതിനകത്ത് 7 കാര്യം പറയാം. I am compassionate, I am merciful, I am forgiving, I am faithful, I am truth. ഇങ്ങനെ ഒരു 7 കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഇതെല്ലാം ദൈവത്തിന്റെ ഗുഡ്നെസ്. ആ സ്നേഹത്തിൽ ഞാൻ നിറയുമ്പോൾ ഇതെല്ലാം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിറയാൻ തുടങ്ങും. കാരണം ഈ ഗുഡ്നെസ്സിൽ നിറയും തോറും നമ്മൾ ഈ വലിയവനായ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ഉള്ളിൽ നിറയും. കാരണം ആത്മീയ പോരാട്ടത്തിന്റെ എല്ലാ ഫൗണ്ടേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവ് ക്രൂശിൽ എല്ലാ വിക്ടറിയും എടുത്ത് ജയത്തിൽ നമ്മളെ നിർത്തിയിരിക്കുക. അപ്പൊ ശരിക്കും ഒരു സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ജയം എടുക്കുകയല്ല. ഒരു സാഹചര്യത്തിന് നടുവിൽ നമ്മൾ നിൽക്കുമ്പോൾ, അപ്പൊ പ്രതികൂലമായിരിക്കാം, ബുദ്ധിമുട്ടായിരിക്കാം, നടുവിൽ നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ നന്ദി കരയുകയും ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ മാഗ്നിഫൈ ചെയ്യുന്നു. വാട്ട് ഈസ് ഹാപ്പനിങ്? ചേഞ്ചസ് ഈസ് ഹാപ്പനിങ് ഇൻ us. നമ്മുടെ ഉള്ളിൽ യു ആർ സീയിങ് ദ മാജസ്റ്റി, ദ സോവർണിറ്റി ആൻഡ് ദ സുപ്രീമസി ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അതിലേക്ക് നമ്മൾ അങ്ങ് നിറയുക. ആ വലിയവനായ ദൈവത്തിന്റെ ആ മാജസ്റ്റി, മനോഹരത്വം, അതിന്റെ ആ ഒരു സോവർണിറ്റി, ആധിപത്യവും അതിന്റെ ആ സുപ്രീമസി, അതെല്ലാം നമ്മൾ അതിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെട്ട് നമ്മുടെ ഉള്ളിലെ ഹൃദയം വലുതാകും തോറും what has happened? The enemy gets subdued. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് enemy gets subdued. അപ്പൊ സ്പിരിച്വൽ വാർഫെയറിന്റെ ബേസിക് എന്തുവാ? It's not you taking the victory. It is God has already taken the victory and you are standing and establishing that victory. അതെപ്പോ തുടങ്ങും? ഈ സ്നേഹബന്ധത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഭയം. അപ്പൊ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുമെന്ന് പറയുമ്പോൾ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ നമ്മൾക്ക് വരും, അസമാധാനം ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ വരും. അവിടെ നമ്മൾ ആ സ്നേഹത്തിൽ വേണം നിറയാൻ. ആ സ്നേഹത്തിൽ നിറയുന്ന എങ്ങനെ? കർത്താവിനെ ആദ്യം സ്നേഹിച്ചതാണ്. ആ ഒരു മൈൻഡ് സെറ്റ് ഞാൻ നിങ്ങളെ വളർന്നുകൊണ്ടിരിക്കും. അല്ലെ നമുക്ക് എപ്പോഴും സംശയമാണ്, എന്തുകൊണ്ടാണ് ഇത്, ഈ സാഹചര്യം എന്തുകൊണ്ടാണ്? എന്റെ നിങ്ങളുടെയും ജീവിതത്തിൽ വരുന്ന പല കാര്യങ്ങളും ഇറ്റ് ഇസ് നോട്ട്, ഗോഡ് ഈസ് നോട്ട് ഇൻ ടോട്ടൽ കൺട്രോൾ ഓഫ് ഓൾ ദിസ്. അതാ മനസ്സിലാക്കേണ്ടത് നമുക്ക് എപ്പോഴും. കാരണം ദൈവം മനുഷ്യനൊരു ഫ്രീ ചോയ്സ്, ഫ്രീ വില്ല്, തെരഞ്ഞെടുപ്പ് നമ്മുടെയാണ്. അപ്പൊ പല കാര്യങ്ങളും എന്റെ നിങ്ങളുടെയും ജീവിതത്തിൽ വരുന്നത് നമ്മുടെ ചോയ്സ് കൊണ്ടാണ് നമുക്ക് വരുന്നത്. ഒന്ന് നമ്മളുകൊണ്ട്, ലോകത്തിൽ നിന്നുള്ളത്, നമ്മുടെ ചുറ്റുപാടുള്ളവർ എടുക്കുന്ന ഓരോ ചോയ്സസിന്റെ കോൺസിക്വൻസസ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ. ബട്ട് വെൻ യു അലൗ ഗോഡ്, ആ സാഹചര്യത്തെ, അങ്ങനെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തെ ക്രിസ്തുവിലേക്ക് നമ്മൾ കൊണ്ടുവന്ന പ്രസൻസിലേക്ക് കൊണ്ടുവരുമ്പോൾ നൗ ഗോഡ് ടേക്സ് കൺട്രോൾ, ഇൻ ചാർജ് ഓഫ് ദാറ്റ് സിറ്റുവേഷൻ. പല പ്രാവശ്യം നമ്മൾ പറയും പരിശുദ്ധാത്മേവാ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, യു ആർ അലൗവിങ് ഹോളി സ്പിരിറ്റ് ടു ടേക്ക് ചാർജ് ഓഫ് ദാറ്റ് സിറ്റുവേഷൻ. അപ്പൊ ഇങ്ങനെ ദൈവം പ്രവർത്തിക്കുന്നു. കാരണം ഫ്രീ ചോയ്സ്. ദൈവം മനുഷ്യനെ ഒരു റോബോട്ടായിട്ടല്ല കൊടുക്കും. ഫ്രീ ചോയ്സ് ടു ലവ് ഹിം. ദൈവത്തെ തെരഞ്ഞെടുക്കാൻ, സ്നേഹിക്കാൻ ഫ്രീ ചോയ്സ് കൊടുക്കും. തെരഞ്ഞെടുക്കാത്ത അവിടാണ് ആ ക്രൂശിന്റെ മഹത്വം നമ്മൾ കാണുന്നത്. കർത്താവിനെ സ്നേഹിക്കുന്നവരെ മാത്രം രക്ഷിക്കാനല്ല യേശു വന്നത്. അവിടെ മനസ്സിലാക്കണം നമ്മൾ. കാരണം സകല മാനവജാതിക്കും വേണ്ടിയാ മരിച്ചു. അതിനകത്ത് എല്ലാരെയും ഇൻക്ലൂഡ് ചെയ്തു. അതാണ് ക്രൂശ്. എല്ലാരെയും അതിനകത്ത് ഇൻക്ലൂഡ്, സകല. ഒരുവൻ മരിച്ചപ്പോൾ എല്ലാരും മരിച്ചു. അപ്പൊ ആ ഒരു ഡെപ്തിലേക്ക് മനസ്സിലാക്കും. ഇത് രക്ത ഉടമ്പടിക്കാൻ കൊണ്ടുവന്നു. പിതാവും ദൈവവുമുള്ള രക്ത ഉടമ്പടി എന്നെ അതിൻ്റെ അകത്ത് കൊണ്ടുവന്നതേ ഉള്ളൂ. എനിക്ക് യാതൊരു പാർട്ടുമില്ല. സോ ഫാദർ ഗോഡ് ആൻഡ് ജീസസ് വിൽ നെവർ വയലേറ്റ് ദ കവനന്റ്. ഒരു കാരണവശാലും ആ കവനന്റ്, ആ ഉടമ്പടി അവർ ബ്രേക്ക് ചെയ്യത്തില്ല. സോ യു ക്യാൻ ബി
rest assured in that love. എന്നോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന് ഒരു മാറ്റം. ഈ സ്നേഹം പ്രദർശിപ്പിക്കാനാണ്, ലോകത്തോട് വിളിച്ച് കാണിക്കാൻ, അറിയിക്കാൻ വേണ്ടിയാണ്. അല്ല, പിതാവ് പുത്രനെ ദണ്ഡിപ്പിച്ച് ശിക്ഷിച്ചെന്നല്ല. നോ, യേശു സ്വയം യാഗമായത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി, ലോകത്തെ കാണിക്കാൻ വേണ്ടി. ദിസ് ഇസ് ദ ലവ് ഓഫ് ഗോഡ്. യേശു വന്ന ദൈവത്തിന്റെ സ്നേഹത്തെ മുഴുവൻ കാണിച്ചു കൊടുത്തു. ആ സ്നേഹത്തിന്റെ മൂർധന്യം, അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് കാണിച്ചത് ക്രോസാണ്. ലോകത്തെ വിളിച്ചു കാണിച്ചു. ദൈവത്തിന്റെ സ്നേഹമാ കാണിച്ചു. എന്റെ പാപങ്ങളെ, എന്നെ ശിക്ഷിക്കാതെ, എന്റെ പുറമേൽ നമ്മളെ ശിക്ഷിക്കാതെ വിട്ടുന്ന നിമിത്തം ദൈവത്തിന്റെ ഒരു നീതിയാണ് ദൈവം കാണിച്ചത്. ആ സ്നേഹത്തിൽ ദൈവമക്കളെ ഈ ദിവസങ്ങൾ നമ്മൾ വചനം അവനായിരിക്കുന്നത് പോലെ നാം ഇപ്പോൾ ആയിരിക്കുന്ന പറയുമ്പോഴും അതൊരു വളർച്ചയാണ്. ആ വളർച്ച എൻ്റെ ദേഹിയുടെ മേലാണ്, എൻ്റെ മൈൻഡിലാണ്, എൻ്റെ ഇമോഷൻസിലാണ്, എൻ്റെ ഫീലിംഗിലാണ്, എൻ്റെ വില്ലിലാണ്. അവിടെ റിഡംഷൻ ഉണ്ട്. സോ യു ആർ സേവ്ഡ്, നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ബട്ട് എവറി ഡേ യു ഹാവ് ടു ബി റിഡീംഡ് ആൻഡ് റിസ്റ്റോർഡ്. എല്ലാ ദിവസവും നമ്മുടെ ദേഹി, മൈൻഡ്, ഫീലിങ്സ്, ഈ ഏരിയയിൽ നമ്മളെ റിഡീം ചെയ്യണം, വീണ്ടെടുക്കണം. പല മേഖലകൾ ഇപ്പോഴും ദൈവത്തിന്റെ പ്രസൻസിലല്ല, പല മേഖല ഇപ്പോഴും യേശുവിന്റെ കർത്തൃത്വത്തിന് കീഴിലല്ല, ഇപ്പോഴും ലോകപ്രകാരമുള്ള കാഴ്ചയും ചിന്തയും സംസാര രീതിയും അവിടെല്ലാം വീണ്ടെടുത്ത് നമ്മളെ അവനായിരിക്കുന്നത് പോലെ അതേ തികവോളം വളർച്ചയിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ നിങ്ങൾ അതായിരിക്കും. പക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കും, നമ്മൾ പല മേഖലല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സിറ്റുവേഷൻസിനെയും ദൈവം അനുവദിച്ചേക്കുന്നത് എന്നെയും നിങ്ങളെയും പുത്രന്റെ തികവോളം പണിയാൻ വേണ്ടിയാണ്. അപ്പൊ സിറ്റുവേഷന്റെ റോൾ എന്നാ? ഇസ് ടു മേക്ക് യു ലൈക്ക് ജീസസ്. അല്ലാതെ നിങ്ങളെ തളർത്താനോ നിങ്ങളെ തകർക്കാനോ അല്ല. അത് നിങ്ങൾ ഓർപ്പിക്കും. അപ്പൊ ഏത് സാഹചര്യം വന്നാലും ഉടനെ നിങ്ങൾക്ക് നന്ദി കരയറ്റാൻ നിങ്ങൾക്ക് കാര്യമുണ്ട്. കാരണം ഇതെന്നെ പണിയാനാണ്. അതുകൊണ്ടാണ് ജെയിംസ് 1-ാം അധ്യായത്തിൽ 2-ാം വാക്യം എഴുതിയത്, വെൻ യു ഗോ ത്രൂ ഡിഫറെന്റ് ടെസ്റ്റ് റിജോയ്സ്. സന്തോഷിക്കാനാ പറഞ്ഞു. വിവിധ ശോധനകൾ കൂടെ പോകുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുക. കാരണം എന്നാ? നിങ്ങളെ തികവുള്ളവനും പരിപൂർണതയും പക്വതയുമുള്ളവനായിട്ടും രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പൊ സാഹചര്യത്തിന്റെ ഉദ്ദേശം എന്താ? ഇപ്പൊ ദൈവമക്കളെ, നിങ്ങളെ നമുക്കെല്ലാം പലവിധ മേഖലയിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക, പലവിധ ശോധനകൾ കൂടെ പലരും പോകുന്നുണ്ട്. ഒറ്റ കാര്യം ഓർപ്പിച്ചു, ഇത് എന്നെ വളർത്താനാണ്, എന്നെ ബലപ്പെടുത്താണ്, എന്റെ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയാണ്. കാരണം എന്നാൽ താങ്ങാനാകത്ത ദൈവം അനുവദിക്കത്തില്ല. യേശു എങ്ങനായിരുന്നോ അതേപോലെ അവനായിരിക്കുന്നത് പോലെ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നു ഭൂമിയിൽ. ആ ഒരു വളർച്ചയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വിവിധ സാഹചര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതാണ്. സോ യു ക്യാൻ ഓൾവേസ് റിജോയ്സ്. സോ നമ്മുടെ ബേസിക് അതാണ്. ഏത് സാഹചര്യം വരുമ്പോഴും ഇമ്മീഡിയറ്റ് ആയിട്ട് ആ സാഹചര്യത്തെ നോക്കുന്നത് ഫസ്റ്റ് റെസ്പോൺസ്, ലോർഡ് വി താങ്ക് യു, കർത്താവേ നന്ദി. ആ നന്ദി കരയേറ്റുമ്പോഴും യു ഹാവ് ടു ഗിവ് താങ്ക്സ്. അതൊരു കാഷ്വൽ ആയിരിക്കണം, ഒരു ഇന്റൻഷണൽ ആയിരിക്കണം. You have to give thanks till you become thanks. നന്ദി കരയറ്റി എന്റെ ഉള്ളിൽ ആ നന്ദി കൊണ്ട് നിറയും തോറും എന്റെ ഹൃദയത്തിൽ ഒരുപാട് ചേഞ്ചസ് വരും. And you will begin to see the sovereignty, the majesty and the supremacy of God. അത് കാണുമ്പോൾ തന്നെ സാഹചര്യത്തിന്റെ വലുപ്പം ചെറുതായി നിങ്ങൾ ആ യേശുവിന്റെ അതേ രൂപത്തിലേക്ക് വെളിപ്പെടുത്താം. ഇതെല്ലാം ഇത് സ്പിരിച്വൽ വാർഫെയർ. ദൈവവചനത്തിന് മുകളിലേക്ക് പൊങ്ങി വരുന്ന എല്ലാത്തിനെയും ഇടിച്ചു താക്കണം. ദൈവവചനം പറയും നിങ്ങൾ അവനായിരിക്കുന്നത് പോലെ ആയിരിക്കുന്നു എന്ന് പറയുമ്പോഴും സാഹചര്യം ഒന്നുമില്ല, ഇത് നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ. ഇറ്റ് ഇസ് നോട്ട് അഗൈൻസ്റ്റ്, ദാറ്റ്സ് നോട്ട് ദ ട്രൂത്ത്. സത്യമല്ല. അപ്പൊ അങ്ങനെ ദൈവവചനത്തിന് മേളിൽ പൊങ്ങി വരുന്ന എല്ലാത്തിനെയും, സങ്കല്പനങ്ങളെ എല്ലാത്തിനെയും ഇടിച്ചു താക്കണം. അതിനുള്ള അധികാരം, മൈൻഡ് സെറ്റ്. അതിനാദ്യം ചെയ്യുന്നത് ഞാൻ നന്ദി കരയേറ്റുമ്പോൾ എന്റെ ഉള്ളിലെ ആ ദൈവത്തിന്റെ മഹത്വം വലുത്, എന്റെ ഹാർട്ട് എൻലാർജ് ചെയ്യും. ദൈവത്തിന്റെ ആ മഹത്വം കൊണ്ട് വലുതാകും തോറും യു ബിക്കം ബിഗർ, ദ സിറ്റുവേഷൻ ബിക്കം സ്മോളർ ആൻഡ് സ്മോളർ ആൻഡ് സ്മോളർ. ഇറ്റ്സ് എ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് ഓരോ ദിവസവും. അപ്പൊ ഇന്ന് തൊട്ട് നിങ്ങളിത് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ, എന്ത് പ്രശ്നം വരുമ്പോഴും ആദ്യം പ്രശ്നത്തെ നോക്കാതെ കർത്താവേ നന്ദി കരയേറ്റും. കാരണം എന്നെ ക്രിസ്തുവിനുള്ളിൽ കൊണ്ടുവന്നു, എന്നെ സ്നേഹിച്ച സ്നേഹത്തിനായിട്ട് നന്ദി.
ഞാൻ സ്നേഹിച്ചു വന്നതല്ല, എന്നെ തേടി വന്ന സ്നേഹം. എന്നെ ഏറ്റവും സുരക്ഷിതമായ ഒരു പൊസിഷൻ ക്രിസ്തുവിനെ വെച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ the whole of heaven is attracted to the Jesus in you. സ്വർഗം മുഴുവൻ നിങ്ങളുടെ ഉള്ളിലെ ക്രിസ്തുവിലേക്ക് അട്രാക്ട് ചെയ്തിരിക്കുക. എല്ലാ വാഗ്ദത്തങ്ങളും ആമേൻ പറഞ്ഞ് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ ഉള്ളിൽ വന്നിട്ടുണ്ട്. നന്ദി കരയേറ്റുമ്പോ വാട്ട് ഹാസ് ഹാപ്പൻ? ആ സാഹചര്യത്തിന് നടുവിൽ കർത്താവ് എന്തോ യേശു പറയുന്നത് അത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അത് when you start rejoicing, അങ്ങനെ നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ യേശു എന്ത് കാണുന്നു, എന്ത് സംസാരിക്കുന്നു, അതെടുത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ മനസ്സിനെ പുതുക്കി കഴിയുമ്പോൾ നിങ്ങളുടെ ഹൃദയവും മനസ്സും ഒരുമനപ്പെടുമ്പോഴാണ് അവനായിരിക്കുന്നത് പോലെ നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്നുള്ള പ്രവൃത്തിയിലേക്ക്, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ വരും. കാരണം അങ്ങനെ അവൻ ആസ് ഹി ഈസ് എന്ന് പറയുമ്പോൾ ഏത് സാഹചര്യത്തെയും ഞാൻ നിങ്ങളും യേശുവിന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. നോക്കും, യേശുവിന്റെ മനസ്സുകൊണ്ട് ചിന്തിക്കും, യേശു സംസാരിച്ചതുപോലെ സംസാരിക്കും, യേശു പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കാൻ പരിശീലിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഗ്രോയിങ് ഫൗണ്ടേഷൻ, യു ഹാവ് ടു ഗ്രോ ഇൻ ദിസ് ലവ്. ആ സ്നേഹ ബന്ധത്തിൽ ഉറയ്ക്കണം. ഒരു ബന്ധത്തിൽ, റിലേഷൻഷിപ്പിലേക്ക് പിതാവ് നമ്മളെ കൊണ്ടുവന്നേ. ആ റിലേഷൻഷിപ്പ് ഏതൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നു. ആദ്യം പാപം കയറിയപ്പോ ആ ബന്ധം മുറിഞ്ഞു പോകും. പക്ഷെ യേശു വന്ന് അത് റിസ്റ്റോർ ചെയ്ത് ഇന്ന് ക്രിസ്തുവിലാക്കി. പിതാവ് ക്രിസ്തുവിനെ എങ്ങനെ സ്നേഹിക്കുന്നു, എന്നെ നിങ്ങളെയും അതുപോലെ തന്നെ സ്നേഹിക്കും. തിരിച്ച് റിസ്റ്റോർ ചെയ്ത ബന്ധത്തിലേക്ക്. പക്ഷെ ആ ബന്ധത്തെ നമ്മൾ റിസ്റ്റോർ ചെയ്ത് നമ്മുടെ മനസ്സിനകത്ത്, നമ്മുടെ ചിന്തക്കകത്ത്, നമ്മുടെ വികാരങ്ങളകത്ത് ഇപ്പോഴും പല മേഖലകളും ആ സ്നേഹ ബന്ധത്തിൽ വന്നിട്ടില്ല. അത് റിസ്റ്റോർ ആകുന്തോറും അവനായിരിക്കുന്ന ആ തലത്തിലേക്ക്, പ്രായോഗിക തലത്തിൽ ഞാൻ നിങ്ങളും ഒരു വളർച്ച പ്രാപിച്ചു മുന്നോട്ട്. ഹല്ലേലൂയ.